നമസ്കാരം. അടങ്ങാത്ത ജിജ്ഞാസയും തൃഷ്ണയും മനുഷ്യനെ ഏത് അസാധ്യമായതും കൈപ്പിടിയിൽ ഒതുക്കാൻ പ്രേരിപ്പിക്കും എന്നതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ബാറ്ററി രംഗത്തുണ്ടായ ഈ വിപ്ലവം. ചൈന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബീറ്റ വോൾട്ട് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇത്തരത്തിലൊരു ബാറ്ററി വിജയകരമായി വികസിപ്പിച്ചെടുത്തത്. 50 വർഷത്തേക്ക് ചാർജിങ്ങോ മെയിൻ്റനൻസോ കൂടാതെ ഇത് പ്രവർത്തിക്കുമെന്നുള്ളതാണ് സവിശേഷത. ഇതൊരു ന്യൂക്ലിയർ ബാറ്ററിയാണ്, അതായത് ആണവോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ബാറ്ററി. ഒരു നാണയത്തെക്കാളും വലിപ്പം കുറഞ്ഞ ഇതിൻ്റെ മൊഡ്യൂളിൽ 63 ഐസോട്ടോപ്പുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 15 mm നീളവും 15 mm വീതിയും 5 mm ഉയരവുമാണ് ബാറ്ററിയുടെ സൈസ്. ഇതിൽ ന്യൂക്ലിയർ ഐസോട്ടോപ്പുകളുടെയും സെമി കണ്ടക്ടറുകളുടെയും നേർത്ത പാളികൾ അടങ്ങിയിരിക്കുന്നു. 100 മൈക്രോ വാട്ടാണ് ഇതിൻ്റെ ശേഷി. 2025ഓടെ ഇത് 1 വാട്ടായി ഉയർത്താൻ കഴിയുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. റേഡിയോ ആക്ടിവിറ്റി എന്ന പ്രതിഭാസമാണ് ഇത്തരത്തിലൊരു ബാറ്ററിയുടെ പ്രവർത്തനത്തിന് പിന്നിലെ രഹസ്യം. ഐസോടോപ്പുകളുടെ ഡീക്കേയിങ്ങിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇലക്ട്രോണുകളെ ഇലക്ട്രിക് കറന്റായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. 1970-ൽ തന്നെ ഇത്തരത്തിലൊരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുകയും പേസ് മേക്കറുകളും മറ്റും അങ്ങനെ പ്രവർത്തിപ്പിക്കുകയും ചെയ്തിരുന്നു. ബീറ്റ വോൾട്ടൈക് സെൽ അഥവാ ബീറ്റ വോൾട്ടൈക് ബാറ്ററി എന്നാണ് അവ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ അന്ന് ഇത് അത്ര കണ്ട് കാര്യക്ഷമമായിരുന്നില്ല, ചെലവേറിയതുമായിരുന്നു. അതിനാൽ തന്നെ അവ ലിഥിയം അയോൺ ബാറ്ററികൾക്ക് വഴിമാറിക്കൊടുക്കുകയായിരുന്നു. 2021-25 കാലഘട്ടത്തിലെ ചൈനയുടെ 14ാം പഞ്ചവത്സര പദ്ധതി പ്രകാരം ന്യൂക്ലിയർ ബാറ്ററി മേഖലയിൽ വ്യാപകമായ പരീക്ഷണം നടന്നു. തത്ഫലമായാണ് കാര്യക്ഷമതയുള്ള ഒരു ബാറ്ററി വികസിപ്പിച്ചെടുക്കാനായത്. ബാറ്ററിയുടെ ലേയേർഡ് ഡിസൈൻ ഇതിനെ പൊട്ടിത്തെറിയിൽ നിന്നും തീപിടുത്തത്തിൽ നിന്നും രക്ഷിക്കും. -60°C മുതൽ 120°C വരെയുള്ള താപനിലയിൽ ഇതിന് സുഗമമായി പ്രവർത്തിക്കാൻ കഴിയും. ഈ ബാറ്ററി പാരിസ്ഥിതിക സൗഹൃദവും മനുഷ്യ ശരീരത്തിന് ഹാനികരമായ യാതൊന്നും സൃഷ്ടിക്കാത്തതിനാലും പേസ് മേക്കർ പോലുള്ള മെഡിക്കൽ യന്ത്രങ്ങളിലും ഉപയോഗിക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള ബാറ്ററികളുടെ വരവോടെ ഡ്രോണുകൾ, റോബോട്ടുകൾ, യുദ്ധോപകരണങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയുടെ എല്ലാം ഇടയ്ക്കിടെയുള്ള ബാറ്ററി ചാർജിംഗ് എന്ന കടമ്പ ഇല്ലാതാക്കാൻ കഴിയും. വിവിധ ഏജൻസികളുടെ ഫൈനൽ ക്ലിയറൻസ് കഴിഞ്ഞാൽ കമ്പനി ഈ ബാറ്ററികളുടെ മാസ് പ്രൊഡക്ഷൻ ആരംഭിക്കും. എല്ലാ മേഖലയിലും കൂടുതൽ പുതിയ ആശയങ്ങളും സാങ്കേതിക വിദ്യയുമൊക്കെ ഇന്ത്യക്കും വികസിപ്പിച്ചെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്